കോടതി വിധി വരുന്നതിന് മുൻപ് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും ചേർന്ന് ഒരു വ്യക്തിയെ തെറ്റുകാരനെ ചിത്രീകരിക്കുന്ന പ്രവണത ഇന്ന് ഏറ്റവും അപകടകരമായ ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം വളരെ വ്യക്തമാണ്. കുറ്റം തെളിയിക്കുന്നതുവരെ ഓരോരുത്തരും നിരപരാധികളാണ്. ഒരു പരാതി ഉണ്ടെന്ന ഒരേ ഒരു കാരണത്താൽ ഒരു മനുഷ്യനെ പൊതുസമൂഹത്തിൽ കുറ്റവാളിയാക്കുന്നത് നിയമപരമായും നൈതികമായും ശരിയല്ല. അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ ജോലി ചെയ്യാൻ സമയവും സ്വാതന്ത്ര്യവും നൽകണം. സത്യം കണ്ടെത്തേണ്ടത് കോടതിയാണ്. TV ചർച്ചകളോ സോഷ്യൽ മീഡിയ വിചാരണകളോ അല്ല. മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയയിലെ ട്രോളുകളും ഒരു വ്യക്തിയുടെ മാനസിക സമാധാനത്തെയും മാനവ മര്യാദയെയും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും ഗുരുതരമായി ലംഘിക്കുന്നു. രാഷ്ട്രീയപരമായി കഴിവും ചുറുചുറുക്കുമുള്ള ചെറുപ്പക്കാർ മുകളിലേക്ക് വരുന്നത് സഹിക്കാത്ത ചില രാഷ്ട്രീയക്കാരും അവരെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയയും വിധി എഴുതുന്ന മാധ്യമങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം നിരപരാധികൾ ഇനിയും ഇങ്ങനെ തന്നെ പൊതുവേദികൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കോടതിയുടെ വിധിയല്ല, ട്രെൻഡുകളും TRPയുമാണ് ഒരാളുടെ ഭാവി തീരുമാനിക്കുന്നതെങ്കിൽ അത് നീതിയല്ല, അത് തുറന്ന അനീതിയാണ്. ഇതിനെതിരെ ശബ്ദമുയർത്താത്തിടത്തോളം കാലം നാളെ ഇതേ അവസ്ഥ നമ്മിൽ ഏതിനെയും തേടിയെത്തും.